ആൽത്തറയമ്മ എന്തെങ്കിലും കഴിച്ചോ? ആര് തരാനാ മോനെ? എന്റെ മോൻ ജയിലിൽ പോയേ പിന്നെ എനിക്കെന്നും ഏകാദശിയ. ഈ പാവപ്പെട്ട തള്ളയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഈ നാട്ടിലൊരു പട്ടിയുമില്ലടാ. ഊണ് കാലമായ ഉടനെ കൊണ്ടു കൊടുത്തോളാവേ. എണീക്കടാ. എടാ എണീക്കാൻ. നിനക്ക് ക്ഷയത്തിന്റെ അസുഖമുണ്ടോ? തൽക്കാല അസുഖമൊന്നുമില്ല. വരാതെ സൂക്ഷിക്കണം. അവന്റെ ഒരു മൊരടനൊക്കെ എന്താ സാറേ? സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടണമെന്ന് ഇൻസ്പെക്ടർ മാം പറഞ്ഞു. സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടണമെന്ന്. ഓ, നമ്മുടെ വിശ്വംബരമേനോൻ തന്നെയല്ലേ ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ? അതെ. അങ്ങേർക്ക് എന്നെയും എനിക്ക് അങ്ങേരെയും നല്ലപോലെ അറിയാം. നാളെ കാലത്തേക്ക് വരാം. ശരി. വേണു, ഇനിയെങ്കിലും ഈ ജീവിതം മതിയാകും. നിന്റെ ധൈര്യവും ആവേശവും എല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഓ ഓ. ജഗ്ഗു, ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു അല്ലേ? വേണുവിനെ ചതിക്കുന്നവൻ പിന്നെ ചിരിച്ചിട്ടില്ലടാ.
ലില്ലി, എന്തൊരു വേദന, എന്തൊരു കാത്തിരിപ്പ്. വേണു, എനിക്ക് ഈ ജീവിതം മടുത്തു. ആ ജഗ്ഗു എന്നെ ചതിച്ചു. അവൻ ഒറ്റക്കൊടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ കുടുങ്ങിയത്. ആ സാരമില്ല, അവന് ഞാൻ നല്ല സമ്മാനം കൊടുത്തു. ഈ തീക്കളി നമ്മൾ എത്ര നാൾ തുടരും? എന്നാണ് നമ്മൾ നമ്മുടേതായ ഒരു ജീവിതം തുടങ്ങുന്നത്? മിസ്റ്റർ വേണു മനസ്സ് വെച്ചാൽ എന്ന് വേണമെങ്കിലും ആ ജീവിതം ആരംഭിക്കാം. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ബാത്റൂമിൽ നശിച്ച ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ആ കഴുകന്റെ കണ്ണുകളെ ഭയന്നാണ് ഞാൻ മിസ്റ്റർ വേണുവിനെ വിഷ് ചെയ്യായിരുന്നത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാം. മിസ്റ്റർ വേണു, ഒരു നല്ല അവസരം വീണ്ടും വരുന്നു. പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? വായനയിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല സാറിന് അറിഞ്ഞൂടെ. ഒരു വലിയ സൈക്ലോൺ അറേബ്യൻ കടലിൽ ഉടനെ തന്നെ കേന്ദ്രീകരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ റിപ്പോർട്ട്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ബാങ്ക് കൊള്ളയ്ക്ക് പേമാരിയും കൊടുങ്കാറ്റും സഹായകരമാണ്. വീണ്ടും അപകടത്തിൽ ചാടാനാണോ ഭാവം? ലുക്ക് ലില്ലി, യു ആർ എ മോഡേൺ ഗേൾ. അടുക്കളയിൽ കഴിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ഭാഷയിൽ നീ സംസാരിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ഒരു നല്ല അസ്ഥിവാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ലില്ലി, എല്ലാം വിട്ടെറിഞ്ഞ് വളരെ വളരെ അകലെ പോയി നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അതിന് പണം വേണ്ടേ? അതിന് 1000-ങ്ങളോ 10,000-ങ്ങളോ പോരാ, ലക്ഷങ്ങൾ തന്നെ വേണം. സമയം അനുകൂലമാകട്ടെ. ഏതായാലും ബാങ്കിൽ വിരുന്നുകാരനായി പോകുന്ന കാര്യം ഞാൻ ഏറ്റു. വെരി ഗുഡ് മൈ ബോയ്. ഒറ്റാന്മാരോട് എനിക്ക് ബഹുമാനമാണ്. വെൽ, ഹാവ് എ ഗുഡ് ടൈം ഹിയർ. നീളും കഴിച്ചോടാ. കഞ്ഞി കുടിച്ചു. വെള്ളം പറയാടാ. സത്യമായും കുടിച്ചു. എന്റെ അമ്മ പഴയ കോളാമ്പി പണയം വെച്ചു. അതിൽ 4 രൂപ കിട്ടി. നാളെ തന്നെ കോളാമ്പി തിരിച്ചു മേടിക്കും. ബാക്കി അരിയും മേടിച്ചു. ശരി. പോയി കിടന്നുറങ്ങും. വേണോ വേണോ ശരി ശരി, നീ അവിടെ ഉണ്ടോന്നറിയാൻ വിളിച്ചതാ. നൈറ്റ് ഡ്യൂട്ടിക്കൊന്നും പോകണല്ലേ?
ടെറാട്ടസ കുട്ടിച്ചാത്ത ഓ ഉവ്വ. വന്നു ഹൈ ടെറാട്ടസ ഹൈ ടെറാട്ടസ 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 ഏ? ഹൈ ടെറാട്ടസ ടെറാട്ടസ കുട്ടിച്ചാത്ത വാ. ആ, സത്യം പറയാമോ? സത്യമേ പറയൂ. ഈ നിൽക്കുന്ന സാർ എങ്ങോട്ട് പോകുന്നു? പറയാൻ കൊള്ളാത്ത സ്ഥലത്ത്. ഹൈ ടെറാട്ടസ ടെറാട്ടസ കുട്ടിച്ചാത്ത വാ. വന്നു. മാന്യന്മാരെ അപമാനിക്കരുത്. മാന്യന്റെ പോക്കറ്റിലുള്ള ഫോട്ടോ ഹൈ ടെറാട്ടസ ടെറാട്ടസ കുട്ടിച്ചാത്ത വാ. വന്നു. ഈ ഫോട്ടോയിൽ എന്താണുള്ളത്? കാണാൻ കൊള്ളാത്തത്. തെളിച്ചു പറ. ഒരു പെണ്ണിന്റെ നഗ്ന ഫോട്ടോ. അപ്പോൾ അത് കാണാൻ കൊള്ളാവുന്നതല്ലോ. പറഞ്ഞാൽ അനുസരിക്കുമോ? എന്തു മനസ്സിലാക്കി? ആണായി കിടക്കുന്ന കുട്ടിച്ചാത്തൻ പെണ്ണായി മാറുമോ? മാറാൻ പറഞ്ഞാൽ മാറും. കേട്ടില്ലേ കേട്ടില്ലേ? ഹൈ ഹോം ക്രീം ഗ്ലാങ് ഗ്ലിങ് ഡൂം ഡീം കുട്ടിച്ചാത്ത ഓ വാ. വന്നു. നിനക്കാടാനറിയാം. കാത്തു നിന്നു 25 പൈസ. പരമദാരിദ്ര്യവാസി. ആരാടാ ഈ പേഴ്സ് അടിച്ച്? ചെയ്യുന്ന തൊഴിലോടൊരു മാന്യത വേണ്ടടാ. ഛേ. നോക്കിണ്ടാ, തറവാട്ടുകാരന്റെ പേഴ്സ് ഇതുപോലെ ഇരിക്കും. ഇവനൊരു മുക്കാൽ തറവാടിയാണ്. ഉം? ഉം. ആ. ഇവന് തറവാടിയാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കില്ല. ഇത് വ്യക്തിപരം, ഇതിലാരും കൈവയ്ക്കാൻ പാടില്ല. ഇങ്ങനെ കാശൊക്കെ പോയി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ എന്നാ കൊണ്ടുപോ. എന്നാ പോ. എന്നാ ജീവാ, ഇത് രണ്ടുപേരും കൂടെ എടുത്തോ. എന്നാ നാലെണ്ണ കാക്കയ്ക്ക് ബന്ന് വാങ്ങിച്ചോടു. പോ പോടേ. പോ പോ പോ. അയ്യോ, ഇതാര്? തൊരപ്പം വേണു. അളിയോ. പരിപ്പോടെ, നീ ഇത്രയും കാലമായി ഈ പിക് പോക്കറ്റിൽ തന്നെ നിൽക്കാനല്ലേ? ഛേ, കഷ്ടം തന്നെടാ കുട്ടപ്പാ നിന്റെ കാര്യം. വേണു, നീ പുറം കടലിൽ പോയി ചാകര ഒയ്യുന്നു, ഞാൻ പുതുമഴയത്ത് പൊങ്ങുന്ന ഊപ്പേള പിടിക്കുന്നു. നല്ല കാറ്റും മഴയും വരുന്നെന്നാ തോന്നുന്നു. ആ, ഈ കാറ്റും മഴയും ഉപയോഗപ്പെടുത്താനാണ് എന്റെ ഉദ്ദേശം. എന്തിലാ നോട്ടം? ബാങ്കടാ. നീ തൊരപ്പം തന്നടേ, സംശയമില്ല. ഒറ്റയടിക്ക് ഒരു വലിയ കൊയ്ത്ത്, അതാണ് ഇപ്രാവശ്യം എന്റെ ലക്ഷ്യം. അതിന് ബാങ്കിലൊന്നും പോകണ്ട. അതാ നോക്ക്. അതൊരു വീടല്ലേ? ആ, പിശുക്കം പണിക്കരുടെ വീടാണത്. സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കപ്പെടും, 100-ന് 10 പലിശ. ഉടുത്ത മുണ്ടിനെ പോലും വിശ്വാസമില്ലാത്ത അറും പിശുക്കൻ. ഇന്ന് നല്ല സമയമാണ്. വീട് പൂട്ടിയിട്ടിട്ട് പിശുക്കനും ഭാര്യയും മദ്രാസിലുള്ള ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ്. എനിക്കോ ത്രാണിയില്ല. തട്ടാമെങ്കിൽ തട്ടിക്കോ.